രണ്ട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് വന്ന് CJPക്കെതിരെ BJPയും RSSും ഇനി നടക്കാൻ പോകുന്ന പ്രൊപ്പഗണ്ട ഒക്കെ പൊളിച്ചിരിക്കുകയാണ്. അവർ പറഞ്ഞിട്ടുള്ളത് ഇനി എന്തൊക്കെ ആരോപണങ്ങൾ CJPക്കെതിരെ വരുമെന്നുള്ള കാര്യം ഇവർ വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ആദ്യത്തെ കണ്ടന്റ് ക്രിയേറ്ററിന്റെ വീഡിയോ കാണാം. Anything that you see about CJP on social media, please do not trust it. Creators who talk about politics, including myself, have been offered a lot of money to talk about CJP in a negative manner and promote right-wing propaganda. There are going to be a lot of videos claiming that CJP is anti-Hindu, they're anti-nation, they don't want Kashmir to be a part of the nation. But you really need to discern what is right from wrong. When I was being offered this right-wing propaganda campaign, the guy sent me a profile of a woman as a sample, and he said that this woman posts her day-to-day life all the time, and once a month she posts right-wing propaganda videos. So even if you think it's a small creator that you trust, you follow along, they rarely talk about stuff like this, you have no idea what could be paid. കേട്ടില്ലേ? രണ്ടാമത്തെ കോണ്ടന്റ് ക്രിയേറ്റർ കൃത്യമായി അവർ അയച്ചിട്ടുള്ള മെയിലും അവർ എത്ര രൂപ ഓഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അത് കാണിക്കുന്നതിന് മുൻപായി നമുക്ക് ഈ കണ്ടന്റ് ക്രിയേറ്റർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് നോക്കാം. ഈ കണ്ടന്റ് ക്രിയേറ്റർ പറഞ്ഞിട്ടുള്ളത് ആദ്യം തന്നെ ഇവരൊരു വാർണിംഗ് തരികയാണ്. എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഒരു വാർണിംഗ് കൊടുക്കുകയാണ്. അതായത് CJPയെ ടാർഗറ്റ് ചെയ്തിട്ട് പല പോസ്റ്റുകളും വരും. പല പൊളിറ്റിക്കൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സും എന്ത് ചെയ്യും ഇതിനെക്കുറിച്ച് പറയും. അതായത് പൊളിറ്റിക്കൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വലിയ തരത്തിലുള്ള ഒരു ഹ്യൂജ് മണി എന്ത് ചെയ്തിട്ടുണ്ട്, ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കടക്കം ഈ റൈറ്റ് വിങ് പ്രൊപ്പഗണ്ട പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ CJPയെ നെഗറ്റീവായി സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വലിയൊരു ഓഫർ എനിക്കടക്കം വന്നിട്ടുണ്ട് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ ഇവർ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും എന്ത് ചെയ്യണം, എല്ലാവർക്കും ഒരു വാർണിംഗ് ആണ്, എല്ലാവരും ഒന്ന് കരുതിയിരിക്കണം. ഇങ്ങനെയുള്ള മെസ്സേജ് വരും. അതായത് CJP ആന്റി ഹിന്ദു ആണ്, ആന്റി നാഷണൽ ആണ്, അല്ലെങ്കിൽ കാശ്മീർ ഇന്ത്യന്റെ പാർട്ടാവുന്നതിൽ അഗനിസ്റ്റ് ആണ് ഈ CJP എന്നൊക്കെ വന്നിട്ടുള്ള ഫോൾസ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രൊപ്പഗണ്ടാസ്, അതായത് തെറ്റായ പ്രൊപ്പഗണ്ടാസ് ഇനി വരും ദിവസങ്ങളിൽ ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇങ്ങനെ ഇടുമെന്നാണ് ഈ ഒരു പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അവർ പറയുന്ന മറ്റൊരു കാര്യമാണ്, ഈ ഓഫർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു റിക്രൂട്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഉണ്ട്, അവരുടെ ലൈഫ് സ്റ്റൈൽ കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. അവരുടെ പ്രൊഫൈൽ സാമ്പിൾ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവർ സാധാരണ എന്ത് ചെയ്യും, ഡെയിലി കോണ്ടന്റ് ഇടുന്ന ആളാണ്. ഒക്കേഷണലി എന്ത് ചെയ്യും, റൈറ്റ് വിങ് പ്രൊപ്പഗണ്ട എന്ത് ചെയ്യും, മാസത്തിൽ ഒരിക്കൽ ഒക്കെ ഇടുന്ന ആ ഒരു സാമ്പിൾ പ്രൊഫൈൽ ഒക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവർ പറയുന്നത് എല്ലാവരോടും കരുതിയിരിക്കാനാണ്. അതായത് നിങ്ങൾക്ക് അത്രയും ട്രസ്റ്റ് ആയിട്ടുള്ള വിശ്വാസമുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്റർ, ചിലപ്പോൾ ചെറിയ സ്മോൾ സ്കെയിൽ കോണ്ടന്റ് ക്രിയേറ്റർ ആയിരിക്കും. അതായത് റയർലി എപ്പോഴെങ്കിലും ഈ പൊളിറ്റിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ആളുകളായിരിക്കും. പക്ഷെ അവരും ഇനി എന്ത് ചെയ്യും, പെയ്ഡ് ആയിട്ടുള്ള പ്രൊമോഷണൽ കണ്ടന്റ്, അതായത് പൊളിറ്റിക്കൽ പെയ്ഡ് ആയിട്ടുള്ള പ്രൊമോഷണൽ കണ്ടന്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും കരുതിയിരിക്കണം എന്നൊരു കാര്യമാണ് ഈ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ കോണ്ടന്റ് ക്രിയേറ്ററിന്റെ വീഡിയോ കാണാം. അതിനുശേഷം ഒരു മലയാളി ജന്തർ മന്ദറിലെത്തിയിട്ടുണ്ട്. അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ കോണ്ടന്റ് ക്രിയേറ്ററിന്റെ വീഡിയോ കാണാം, അതിനുശേഷം മറ്റേതും കാണാം. जानना चाहती है ना कि देश का पैसा जहाँ का है, आज मैं तुम्हें बताता हूँ देश का पैसा कहाँ। तो कल रात के 3 बजे के करीब मुझे एक मेल आता है। उस मेल पर साफ साफ शब्दों में एक मीडिया एजेंसी मुझसे कह रही है कि हम एक पेड कैंपेन चला रहे हैं, पॉलिटिकल पेड कैंपेन चला रहे हैं, जिसके लिए हम आपको पे करेंगे 40,000 रुपीज फॉर 2 रील्स। और उसमें आपको एज अ स्टूडेंट बन के बात करनी है, देश के मुद्दों पर बात करनी है, जो देश में स्टूडेंट प्रोटेस्ट चल रहा है उसको बहुत ही नेगेटिव वे में सारी चीजें बतानी है आपको। और उसमें आपको बताना है कि ये देश के बच्चों के भविष्य के लिए कितना गलत है, देश बहुत बर्बादी की राह पे जा रहा है, अपोजिशन के बारे में बोलना है। और मुझे उस रील पे क्या क्या बोलना है आप ये भी बता देता हूँ कि मुझे जो प्रेजेंट गवर्नमेंट है उसके लिए बहुत सारी तारीफें करनी है, उनके अचीवमेंट्स की बहुत ज्यादा तारीफें करनी है, पुरानी गवर्नमेंट से कंपेयर करना है, पुरानी जो भी इन्होंने यहाँ तक बोला है कि पुरानी गवर्नमेंट की जो क्लिप्स हैं वो हम सब आपको प्रोवाइड करवा के देंगे। इंदिरा गांधी के टाइम का, नेहरू जी के टाइम की जो क्लिप्स हैं आपको सारी चीजें दिखानी है, उन्होंने कितना बुरा किया। इन्होंने यहाँ तक कहा, इन्होंने कहा कि हम आपको स्क्रिप्ट तक प्रोवाइड करा के देंगे। बस इतना पूछना चाहता हूँ, आप एक्टर्स पे, आप क्रिएटर्स पे आप इतना पैसा खर्चा कर रहे हैं PR कैंपेन रन करने के लिए, ये पैसा आ कहाँ से रहा है? ये किसका पैसा है? ये हमारा आपका पैसा है, ये टैक्स का पैसा है, किसका पैसा है? ये उस PM केयर फंड का पैसा है जिसको हर इंसान ने फंड किया था कोविड-19 में। किसका पैसा है? ये कहाँ से आया इतना पैसा गवर्नमेंट के पास, कहाँ से आ रहा है? अगर कोई नॉर्मली कोई बात, अगर कोई सच बोल दे तो आप उसके पे CBI की रेड पड़वा देते हो, अगर कोई आपकी पार्टी छोड़ दे तो आप उस पे CBI की रेड पड़वा देते हो। बट आपके साथ ये क्यों नहीं होता है? CBI आपके ऊपर इन्वेस्टिगेशन क्यों नहीं करती है? बस मैं इतना पूछना चाहता हूँ।
कल कॉकरोच जनता पार्टी के स्पोकन पर्सन थे, वो जेपी नड्डा साहब से जब बात कर रहे थे, उन्होंने एक डिमांड रखी थी ना आपसे कि स्टूडेंट को, आप जितने भी स्टूडेंट मरे हैं उनकी फैमिली को 1-1 करोड़ का मुआवजा, तो आपके पास वो देने के लिए पैसे नहीं है, लेकिन आप यहाँ पे लाखों करोड़ों रुपए, सोचिए, एक-एक इन्फ्लुएंसर को 1-1 लाख रुपए दे रहे हैं आप, सिर्फ ये बोलने के लिए कि आप ये बोलिए वो बोलिए, बट आपके पास इतना पैसा नहीं है कि आप देश के पास कि जो स्टूडेंट्स मरे हैं उनके लिए आप कुछ कर सको, कुछ सिस्टम में चेंज ला सको। सीरियसली बता रहा हूँ, देश में जो चीजें चल रही है बहुत गलत चल रही है। मुझसे रहा नहीं गया। इससे पहले भी मुझे एक मेल आया था, अगर होगा तो मैं भी वो भी अटैच करूंगा इस वीडियो में मेल, कि उसमें मुझे एक रील के 50,000 रुपए पे किए जा रहे थे। 2 मिनट की रील में मुझे उनका पूरा प्रोपागेंडा जो भी उन्होंने मेरे को स्क्रिप्ट भेजेंगे वो मुझे बताना है। मैंने फर्स्ट टाइम तो इग्नोर किया, बट सेकंड टाइम मुझसे रहा नहीं गया। कि क्या हो रहा है, किसका पैसा है, मुझे समझ नहीं आ रहा है, किसका हो रहा है, क्या हो रहा है, नहीं हो रहा है देश में। भाई मेरा तो हो गया इस गवर्नमेंट से, और मैं पूरी तरीके से स्टूडेंट के साथ हूँ। ठीक है, मैं भले ही दिल्ली नहीं आ पाया, लेकिन मेरे से जितना हो सकता है ना, मैं स्टूडेंट के साथ हूँ। भाई जितना हो सके ये वीडियो टेक डाउन होने से पहले जितना हो सके इसको शेयर करो, उन लोगों तक पहुंचाओ जहां तक ये पहुंचना चाहिए। ये കേട്ടില്ലേ? ഇനി സോഷ്യൽ മീഡിയ ബാൻ ചെയ്യുമോ ആവോ ആർക്കറിയാം. കാരണം മെയിൻ സ്ട്രീം മീഡിയാസ് ഒക്കെ റൈറ്റ് വിങ്സിന് എന്താണോ വേണ്ടത് അതാണ് അവർ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്നത് മാത്രമാണ് വിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അങ്ങനെയല്ല. അവരെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ BJPയും റൈറ്റ് വിങ്സ് ഭയന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഭയക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു മെയിലിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഈ മെയിലിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതൊരു പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്യാമ്പയിൻ, പെയ്ഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്യാമ്പയിൻ ആണ് കണ്ടക്ട് ചെയ്യുന്നത് ചില ക്രിയേറ്റേഴ്സിനെ വെച്ചിട്ടാണ്. അതുപോലെ അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റ് ഇൻ ഡൽഹി ഓൺ ജൂലൈ 20 അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൃത്യമായി ഈ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ പെർസ്പെക്റ്റീവ്, ഈ പ്രൊട്ടസ്റ്റിനെയും അതിന്റെ റോൾ ഓഫ് ഒപ്പോസിഷൻ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഗവൺമെന്റിന്റെ പെർസ്പെക്റ്റീവ് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടി അതുപോലെ സ്റ്റുഡൻസിന്റെ മൊബിലൈസേഷൻ ഈ കാര്യത്തെ കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ക്യാമ്പയിൻ പ്രകാരം ക്രിയേറ്റേഴ്സ് എന്ത് ചെയ്യണം, റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 2 ഇൻസ്റ്റാഗ്രാം റീൽസ് പ്രസന്റ് ഗവൺമെന്റ് പൊസിഷൻ, ഗവൺമെന്റിന്റെ പൊസിഷൻ 2 ഇൻസ്റ്റാഗ്രാം റീൽ ചെയ്യണം. അതിൽ ഗവൺമെന്റ് പൊസിഷൻസ് ഓൺ കറന്റ് ഇഷ്യൂ, ഇപ്പോഴത്തെ ഇഷ്യൂസിനെ കുറിച്ച്, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവിനെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്യണം. അതുപോലെ വെൽഫെയർ സ്കീംസ്, നാഷണൽ പ്രോഗ്രാംസ് ആൻഡ് അതർ കീ അച്ചീവ്മെന്റ്സ് ഈ കാര്യത്തെ കുറിച്ചൊക്കെ എന്ത് ചെയ്യണം, പൊക്കി പറയണം. ഓക്കെ, അതുപോലെ കണ്ടന്റ് ഓൾസോ അഡ്രസ് കൺസേൺ റിഗാർഡിംഗ് ദ നേച്ചർ ആൻഡ് ഇമ്പാക്ട്, അതായത് ഈ പ്രൊട്ടസ്റ്റ് കാരണം ഉണ്ടാകാൻ പോകുന്ന ഈ പ്രൊട്ടസ്റ്റിന്റെ നേച്ചറും അതുപോലെ പ്രൊട്ടസ്റ്റ് കൊണ്ടുണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യണം, പറയണം. ഇൻക്ലൂഡിംഗ് പൊട്ടൻഷ്യൽ കോൺസിക്വൻസ്, അതായത് ഇത്ര ഒരു പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ ആണ് ഇത്രയും കാലം നീണ്ടു നിൽക്കുന്നത്, അപ്പൊ അതിന്റെ ഉള്ള കോൺസിക്വൻസസ് എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അതുപോലെ സ്റ്റുഡൻസ് ഡിസ്റപ്ഷൻ ഓഫ് സ്റ്റുഡൻസ്, അതുപോലെ പബ്ലിക് ഓർഡർ, അതുപോലെ നാഷണൽ ഡെവലപ്മെന്റ്, അതുപോലെ കൺട്രീസ് ഫ്യൂച്ചർ, അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെയിൽ അയച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത്രയും കൺസേൺ ഉള്ള ആളുകളാണ് ഇപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊലാപ്സ് ആയിട്ട് അതിനുവേണ്ടി സമരം ചെയ്യുന്ന കുട്ടികളെ തല്ലിച്ചതച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ അപ്പം ഇവർ പറഞ്ഞിട്ടുള്ള, അതായത് ഈ കണ്ടന്റ് ക്രിയേറ്റർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സമറൈസ് ചെയ്യാം. ഇവർ പറഞ്ഞിട്ടുള്ളത് ഈ ഷെയർ, അതായത് ഒരു ഇമെയിൽ ആണ് 3:16 AM ഒരു ഓഫർ ലെറ്റർ, അതായത് 2 ഇൻസ്റ്റാഗ്രാം റീൽസിന് ആൻഡ് 2 ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് പ്രൊമോട്ടിംഗ് ഗവൺമെന്റ് നെറേറ്റീവ്സ്, ഈ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 40,000 രൂപ, അതായത് 2 ഇൻസ്റ്റാഗ്രാം റീൽസും 2 ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, 40,000 രൂപ കിട്ടും. ഈ കണ്ടന്റ് ക്രിയേറ്റർ ഈ ക്യാമ്പയിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇപ്രകാരമാണ്. അതായത് ആദ്യം കോണ്ടന്റ് ക്രിയേറ്റർ എന്ത് ചെയ്യണം, ഒരു സ്റ്റുഡന്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സ്റ്റുഡന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഡൽഹിയിലെ പ്രൊട്ടസ്റ്റിനെ നെഗറ്റീവായി സംസാരിക്കണം. അതിനുശേഷം ഗവൺമെന്റിന്റെ അച്ചീവ്മെന്റ്സ്, വെൽഫെയർ സ്കീംസ്, നാഷണൽ ഇനീഷ്യേറ്റീവ്സ് ഇതൊക്കെ എന്ത് ചെയ്യണം, ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യും. അതേസമയം ഒപ്പോസിഷനെ ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ ഈ ഏജന്റ് പ്രോമിസ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് തരും, അതുപോലെ മെറ്റീരിയൽസ്, റെഫറൻസ് മെറ്റീരിയൽസ് നൽകും, ടോക്കിംഗ് പോയിന്റ്സ് തരും, അതുപോലെ ആർച്ചിവൽ മീഡിയ ക്ലിപ്സ് കൊടുക്കും, അതായത് ഫോമർ ഗവൺമെന്റിന്റെ എന്ത് ചെയ്യും, വീഡിയോസും കാര്യങ്ങളൊക്കെ കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് ഈ ക്യാമ്പയിൻ നടക്കുന്നത് എന്നാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്, ഈ കണ്ടന്റ് ക്രിയേറ്റർ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം കണ്ടന്റ് ക്രിയേറ്റർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്, ഈ ഫണ്ടൊക്കെ എവിടെ നിന്നാണ് വരുന്നത്, അതായത് ഇത്രയും PR മണി എവിടുന്ന് വരുന്നു, ടാക്സ് പേയേഴ്സിന്റെ മണിയാണ്, അതായത് നമ്മളൊക്കെ ടാക്സ് കൊടുക്കുന്ന പൈസയിൽ നിന്നാണോ ഈ PR വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുപോലെ അല്ലെങ്കിൽ പബ്ലിക് മണിയിൽ നിന്നാണോ, ഫണ്ടിൽ നിന്നാണോ, അതായത് ലൈക്ക് PM കെയർ ഫണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ക്രിട്ടിസൈസ് ചെയ്യുന്നത് PR വർക്കിന് വേണ്ടിയിട്ട് ഇത്രയും ഹ്യൂജ് മണി എന്ത് ചെയ്യുന്നു, സ്പെൻഡ് ചെയ്യുന്നു. എന്നാൽ ഇത് കാരണം ബാധിക്കപ്പെട്ടിട്ടുള്ള സ്റ്റുഡൻസോ അവരുടെ ഫാമിലീസിനോ ഒരു സപ്പോർട്ടും നൽകുന്നില്ല നമ്മൾ സർക്കാർ എന്നാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. ശേഷം അവസാനം പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഈ സ്റ്റുഡൻസിന്റെ പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു, അതായത്
ഫുൾ എക്സ്പ്രസ് സോളിഡാരിറ്റി വിത്ത് പ്രൊട്ടസ്റ്റ് സ്റ്റുഡൻസ്. അതായത് പ്രൊട്ടസ്റ്റേഴ്സിന് എന്ത് ചെയ്യുന്നു, അതായത് CJP-യുടെ ഈ പ്രൊട്ടസ്റ്റിന് സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യും, അതിനോടൊപ്പം തന്നെ എൻകറേജ് ചെയ്യുന്നു ഈ വീഡിയോ കാണുന്ന ആളുകൾ, അതായത് പരമാവധി ഇത് ഷെയർ ചെയ്തിട്ട് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം. അതായത് ഇതുപോലുള്ള പ്രൊപ്പഗണ്ട PR വർക്ക് വരുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കണം എന്ന രീതിയിലാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയും വലിയ ഹ്യൂജ് മണി, അതായത് ഈ ഒരു കണ്ടന്റ് ക്രിയേറ്റർ, അതായത് ഇയാൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ഓഫർ 40,000 കൊടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എത്രത്തോളം കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഇവർ സമീപിച്ചിട്ടുണ്ടാവും, എത്ര പേര് ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓർക്കണം, അത്രയും ഹ്യൂജ് മണി ഇപ്പൊ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് മോദിയും BJP സർക്കാരും CJP-യെ യഥാർത്ഥത്തിൽ ശരിക്കും നല്ല രീതിയിൽ ഭയന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഹ്യൂജ് മണി ഇറക്കി ഇതിനെ പൊളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ജന്തർ മന്ദിറിൽ നിന്നും ഒരു മലയാളി പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. ഞാൻ ഇന്ന് രാവിലെ എത്തി. ഞാൻ വേറൊരു യാത്രയിലായിരുന്നു, ഇങ്ങനെ നേപ്പാൾ അങ്ങനെ യാത്രയിലായിരുന്നു. ഇപ്പോൾ പക്ഷേ ലാസ്റ്റ് ഇവിടെ വരണമെന്ന് തോന്നി. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇതൊരു ഒരു ഫ്യൂച്ചറിന് വേണ്ടി നടക്കുന്ന ഒരു പ്രൊട്ടസ്റ്റ് ആണല്ലോ. ഞാൻ വളരെ അത്ഭുതപ്പെട്ടു. ഞാൻ മെട്രോ ഇറങ്ങി എനിക്ക് വഴി കാട്ടി തന്ന ഒരു ബീഹാറിൽ നിന്നുള്ള പെൺകുട്ടിയാണ് ഈ പ്രൊട്ടസ്റ്റിന് വരുന്നത്. പോകുന്ന വഴിക്ക് പല സ്റ്റേറ്റിൽ നിന്നുള്ള പല യൂത്തിനെയും കണ്ടു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭാഗമാവണം. എനിക്ക് മലയാളിയോട് റിക്വസ്റ്റ് ഉള്ളത്, ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യണം. പക്ഷേ അത് ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊരു പാസ്റ്റ് നടന്ന കാര്യത്തിന് ജസ്റ്റ് വേണ്ടിയിട്ടല്ല, ഇതൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്, നമ്മുടെയൊക്കെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഇത് ശരിക്കും ഒരു നീറ്റ് പേപ്പർ മാത്രമല്ല. ഞാൻ ഇപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ട് ഞാൻ പറയാം, ഇന്ത്യയുടെ പല ഭാഗത്തും ഇപ്പോൾ പല സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. മധ്യപ്രദേശിൽ ഒരു സമരം നടക്കുന്നുണ്ട്, ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ വേറെ ഫോറസ്റ്റിന് വേണ്ടിയിട്ട് വേറെ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്നത് നോർത്ത് ഈസ്റ്റാണ്. നോർത്ത് ഈസ്റ്റിൽ ഇപ്പോൾ എത്തനോളുമായിട്ട് ബന്ധപ്പെട്ട ആ കമ്പനികളിൽ നിന്നുള്ള പൊല്യൂഷനായിട്ട് കുറേ പ്രൊട്ടസ്റ്റുകൾ നടക്കാൻ ഇനി ചാൻസ് ഉണ്ട്. സോ ഇതേപോലെ ഇന്ത്യൻ്റെ പല ഭാഗം കത്തിക്കൊണ്ടിരിക്കുക പല വിഷയങ്ങളിൽ. ഇപ്പം നമ്മൾ സൈലന്റ് ആയി നിന്നാൽ നമ്മൾ നിന്ന് പോകത്തുള്ളൂ ഭാവിയിലും. കേട്ടില്ലേ, ഇത് കഴിഞ്ഞുപോയ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, ഇത് ഫോർ ദ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് പറഞ്ഞത്. അതുപോലെ ഒരു പഴയ ഗുജറാത്ത് CM പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് എതിരാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാമത്തെ പോസ്റ്റ് ഇതാണ്, പണ്ടിട്ടാണ് 2012 ഇട്ടാണ്, നമ്മുടെ നരേന്ദ്രമോദിജി തന്നെയാണ്. ഇഫ് എ സ്റ്റുഡന്റ് ഈസ് വീക്ക് ആൻഡ് there is test day, you give questions a day in advance, the student can get marks. Okay, അതുപോലെ a massive hike in petrol price is a primary example of failure of Congress-led UPA. This will put a burden on hundreds of crores on goods. Okay, മനസ്സിലായല്ലോ. പെട്രോൾ പ്രൈസ് കൂടുന്നതാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ പെട്രോൾ പ്രൈസിന് എത്ര, 2 രൂപയാണോ 1 രൂപയാണോ എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. ഓക്കെ, അതുപോലെ മറ്റൊരു പോസ്റ്റാണ് 2014 ഇട്ടിട്ടുള്ളതാണ്. ഇന്ത്യ നീഡ്സ് എ സ്ട്രോങ് ഗവൺമെന്റ്, മോദി ഡസ് നോട്ട് മാറ്റർ, I can go back and open a tea stall, but the nation can't suffer anymore. ഇത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയോട് ഞങ്ങൾക്കും പറയാനുള്ളത്. മോദി ഡസ് നോട്ട് മാറ്റർ, വി നീഡ് എ സ്ട്രോങ് ഗവൺമെന്റ്. ഓക്കെ, അതായത് നിങ്ങൾ പോയിട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ I can go back and open a tea stall, പോയി തുടങ്ങിക്കോളൂ, അതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ 2018 ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റ് ആണ്, I want this government to be criticized and criticism makes democracy strong. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയും ഇപ്പോഴത്തെ ഗവൺമെന്റിനൊന്നും ക്രിറ്റിസിസം ഇഷ്ടമല്ല എന്നേ. ക്രിട്ടിസൈസ് ചെയ്യുന്നവരൊക്കെ അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആന്റി നാഷണൽ എന്നാണ്. എന്താണല്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.